ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വെക്കേഷനൊക്കെ ഒരുവിധം കഴിയാറായിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങളും കൂടി മാത്രമേ ഉള്ളൂ ബാക്കി. ഉള്ള ദിവസം നമ്മളെ കുഞ്ഞുങ്ങളുമായിട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒരു ബിസി ലൈഫിലോട്ട് പോകാൻ പോവല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് വാങ്ങിക്കാൻ പോവാം കേട്ടോ. സാവിക്ക് വേണ്ടിയിട്ടല്ല, രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സായ സ്കൂളിൽ ചേർക്കാറൊന്നും ആയിട്ടില്ല. അപ്പോൾ ആട്ടോ കയറിയപ്പോൾ ആട്ടോ ചേട്ടൻ പറഞ്ഞു മെയിൻ റോഡ് വഴി പോവുകയാണെങ്കിൽ കൊട്ടിയത്തെത്താൻ 1/4 മണിക്കൂർ എന്തായാലും എടുക്കും. ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്. പരക്കുളം തൊട്ട് കൊട്ടിയം വരെ ഭയങ്കര ബ്ലോക്കാണ്. അങ്ങനെ ഞങ്ങൾ നേരെ മയനാർ റോഡ് വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മയനാർ റോഡിൻ്റെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ലുലു ഡെയിലിയിലോട്ടാണ് പോകുന്നത്. അവിടെ നല്ല ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ എന്തായാലും പോയി നോക്കണമല്ലോ. അങ്ങനെ ലുലു ഡെയിലിലെത്തി. താഴെ അത്യാവശ്യം കുറച്ച് ബാഗുകളും കുപ്പികളൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. മെയിനായിട്ട് 2ാമത്തെ നിലയിലാട്ടോ ഇത് മൊത്തം അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്നാലും കുടയും ഒക്കെ ഉണ്ട്. പക്ഷെ കുടയ്ക്കൊന്നും റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ കൊള്ളാം. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ എല്ലാം. കുപ്പിയൊക്കെ എനിക്ക് തോന്നുന്നു അഫോർഡബിൾ റേറ്റിനുള്ള കുപ്പിയാട്ടോ ഇത്. പ്ലാസ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. റേറ്റും ഇത് അത്യാവശ്യം കുറവാണ്. 79 രൂപയ്ക്കൊക്കെ ഈ കുപ്പിയൊക്കെ കിട്ടിയത് നല്ലതല്ലേ. ഇത് സ്കൂളിൽ കൊണ്ടുപോകാൻ മാത്രമല്ല, ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ സൂപ്പറാണേ. പിന്നെ ബാഗ് കുഞ്ഞു മക്കളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ. അങ്ങനെ എന്തായാലും ഞങ്ങൾ 2ാമത്തെ നിലയിലോട്ട് പോയി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ കരുതി. അപ്പോൾ നല്ല അടിപൊളി കിറ്റൊക്കെ ഉണ്ടെന്നാണ് അവിടെ. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കിറ്റ് തന്നെ. പക്ഷേ കിറ്റിനൊക്കെ നല്ല വിലയുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്ത് ഇതിനെക്കാട്ടി വില കുറവുണ്ടെന്ന് തോന്നുന്നു. ഈ കിറ്റിനൊക്കെ ഏകദേശം 300-332 തോന്നുന്നു റേഞ്ച്. പിന്നെ നല്ല പണ്ടത്തെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനകത്തെ ബോക്സൊക്കെ ഉണ്ടായിരുന്നു. ഇതാട്ടോ ഇവിടുത്തെ റേറ്റൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പിന്നെ നെയ് സ്ലിപ്പ്, ഈ ഒരു സംഭവമൊക്കെ മക്കളെയും കൊണ്ട് ഇത് വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും വാങ്ങിപ്പിക്കും. കാരണം പണ്ട് നമ്മളിങ്ങനെ അല്ലായിരുന്നു. ഞാൻ എൻ്റെ ഉമ്മ എന്നെയും അനിയനെയും കൊണ്ടാട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ പോകുന്നത്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ കയ്യിൽ ഉള്ള എല്ലാ പൈസയും ഞങ്ങൾ തീർക്കും. ഇനി വാങ്ങിച്ചു തന്നില്ലെങ്കിൽ നിലവിളിച്ച് ബഹളം വെച്ച് വീട്ടിൽ പോയിട്ട് മുഖം ഇറക്കി വെച്ചെങ്കിൽ ഇരിക്കും. സ്നേഹനിധിയായ വാപ്പ പിന്നെ 2ാമതും ഞങ്ങളെ കൊണ്ടുപോയി ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കുട്ടിക്കാലം. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ. പിന്നെ കളർ പെൻസിലും ക്രയോണും അങ്ങനെ കുറേ എന്തൊക്കെയൊക്കെയോ ഐറ്റം. ഈ ഐറ്റം ഒന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ. ഞങ്ങൾ പിള്ളേരൊന്നും കൊണ്ടല്ല പോയത്, പൊന്നൂസിനെ മാത്രമാണ് കൊണ്ടുപോയത്. എന്നിട്ട് പോലും പെട്ടുപോയി. പിന്നെ എന്തോ പൗച്ചും ബോക്സൊക്കെ കണ്ടപ്പോൾ നാഗവല്ലിയെ പോലെ അത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ വാരിപ്പറക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം റേറ്റ് കേൾക്കുമ്പോൾ ഞാൻ താനെ അങ്ങ് താഴെ വയ്ക്കും. എനിക്ക് തോന്നിയില്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത്ര ഡിസ്കൗണ്ട് ഉള്ളതായിട്ട്. കൂട്ടത്തിൽ ഇതൊരു ബാഗാണ്, പൗച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ സൈഡ് ബാഗായിട്ടൊക്കെ എടുത്തില്ലേ. പിന്നെ ഇവിടുത്തെ സ്കൂൾ ബാഗൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. റേറ്റിന് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ബുക്ക് എനിക്ക് തീരെ അഫോർഡബിളായിട്ട് തോന്നിയില്ല. കാരണം 10-25 രൂപയുള്ള ഒരു ബുക്കിന് 32 രൂപ ഇട്ടിട്ട് അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ ശരിയാണോ? എനിക്കത് അത്ര അഫോർഡബിളായിട്ട് തോന്നിയില്ല. പിന്നെ കുപ്പിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 500 രൂപയൊക്കെയാണ്. പക്ഷേ കുപ്പിക്ക് ക്വാളിറ്റി ഉണ്ട്. ചൂടൊക്കെ നിൽക്കും തോന്നുന്നു വെള്ളത്തിന്. പിന്നെ ക്ലേ, എൻ്റെ ഓടിപ്പോയി ക്ലേ എടുത്തു. ഞാൻ പറഞ്ഞു എടുക്കരുത്, വെക്കെവിടെയെന്ന്. കാരണം ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ 3 പേര് അടി കൂടുതലാണ്. അതിനെക്കാട്ടി ഉപരി രാവിലെ തൊട്ടേ പച്ച, മഞ്ഞ, നീല കളറായിരിക്കും കയ്യിലും വായിലും മുഖത്തും എല്ലാം. ചുമ്മാ ഉരുട്ടിയും ഒക്കെ കൊണ്ട് നടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേടിക്കേണ്ട, അവിടെ വെക്കാൻ. അങ്ങനെ എന്തായാലും ഉള്ളത് വെച്ചു. പിന്നെ കുപ്പിയുടെ സെക്ഷൻ, കുപ്പി കൊള്ളാൻ കേട്ടോ. പക്ഷേ എല്ലാം ക്വാളിറ്റി ഉണ്ട്. സംഭവം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്ക് വില കൊടുക്കണം. പിന്നെ പെൻസിൽ, ക്രയോൺ പെൻസിൽ, ഇത് കണ്ടോ. പണ്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യത്തില്ലേ, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മയെ വല്ലാണ്ടങ്ങ് മിസ് ചെയ്തു കേട്ടോ. കാരണം ഇത് പണ്ടൊക്കെ ഒരു പേപ്പറിന് 5 രൂപയും 10 രൂപയൊക്കെയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കും. പിന്നെ ഇത് വാങ്ങിച്ച് വെട്ടി ഒട്ടിച്ച് തരും ബുക്കിൽ. പിന്നെ കോഴിത്തൂവൽ, കോയിൻസ് എന്നൊക്കെ പറഞ്ഞ് പാവം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പക്ഷേ ഇതിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിമ്പിളാട്ടോ. ഒരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റാക്കാം. പിന്നെ അത് അസൈൻമെൻറ്റിനൊക്കെ പറ്റിയ നല്ല ഫയലൊക്കെ ഉണ്ടായിരുന്നു. പല ടൈപ്പ് ഫയലുണ്ട്. ഈ ഫയലും കാര്യമൊക്കെ മേടിക്കാനായിട്ട് ഒരുപാട് തപ്പി നടക്കുന്നതിനെക്കാട്ടി നേരെ ഇങ്ങോട്ട് വന്നാൽ കൊള്ളായിരിക്കും. പിന്നെ ഇത് ഓഫീസിലും കോളേജിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വേറൊരു ടൈപ്പ് ഫയൽ. ഇതൊക്കെ കൊള്ളാം കേട്ടോ സെറ്റപ്പ്. പിന്നെ ലഞ്ച് ബോക്സ് ഇപ്പോൾ ഭയങ്കര വെറൈറ്റി അല്ലേ. പണ്ട് നമുക്കും ഉണ്ടായിരുന്നു ഒരു തകരപ്പാട്ട ഇല്ലേ, ഒരു ചെറിയ ചോറ്റുപാത്രം എന്നൊക്കെ പറയും.
ഇപ്പം അതേസമയം എന്തെല്ലാം പാഷനാണ്. അങ്ങനെതാ ഒരുവിധം പൊന്നൂനെയും പിടിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ താഴെ വന്നു. പൊന്നൂന് പിന്നെ കളിപ്പാട്ടത്തിനോട് എന്തോ ഒരു ക്രൈസ് കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയോ പിടിച്ച് താഴെ കൊണ്ടുവന്ന് ജ്യൂസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതാ ജ്യൂസൊക്കെ വാങ്ങിച്ച് ബില്ലടിച്ച് അങ്ങ് ഇറങ്ങിയപ്പോൾ കാണാം താഴെ കാറ്. എനിക്ക് തോന്നുന്നു 100 രൂപ കൊടുക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഓട്ടിപ്പിക്കും എന്ന് തോന്നുന്നു. പക്ഷേ സീന് സമ്മതിച്ചില്ല. അവൾ പറഞ്ഞു വേണ്ട, പൈസ കളയണ്ടെന്ന് പറഞ്ഞ് ഒരുവിധം അവനെ പൊക്കി എടുത്തോണ്ട് ഇറങ്ങി. പിന്നെ നേരെ പോയത് ബ്രദേഴ്സ് ലാബല്ലയിലാണ്. കുറച്ച് പിന്നും ക്ലിപ്പൊക്കെ വാങ്ങിക്കാനാണ് പോയത്. പക്ഷേ കമ്മൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ കമ്മൽ വാങ്ങിക്കാനങ്ങ് തോന്നി. അങ്ങനെ ഞാൻ കുറേ നുള്ളിപ്പറക്കി ഒരു കമ്മൽ വാങ്ങിച്ചു. സത്യത്തിൽ ഞാൻ ക്ലിപ്പും പിന്നുമൊക്കെ മേടിക്കാനാണ് വന്നത്. അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. പിന്നെ അവിടെ തിത്ത് ചോദിച്ചു, ഇതൊന്നും വേണ്ടേ, ക്ലിപ്പും സ്ലൈഡും ബണ്ണും ഒന്നും വേണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വേണം, അത് മേടിക്കാനാണ് ഞാൻ വന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ അങ്ങ് വാങ്ങിച്ചു. വളയുടെയൊക്കെ സൂപ്പർ കളക്ഷൻ ഉണ്ടായിരുന്നു. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഇതെല്ലാം വാരി എടുത്തേനെ. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ എന്തോ അങ്ങ് മുരടിച്ചു പോയി. അങ്ങനെതാ സെറ്റ് മാലയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിന് റിസപ്ഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പം ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ക്ലിപ്പൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വാരി പറക്കി അങ്ങ് എടുത്തു. പിന്നെ ക്യൂടെക്സ് ഞാൻ ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, പണ്ട് ഇത്താടെ കല്യാണത്തിന് കൈയുടെ പുറം മൊത്തം ഒട്ടിക്കുമായിരുന്നു ഈ മൈലാഞ്ചി ടാറ്റു. ഇതിപ്പം അതിൻ്റെ സ്റ്റെൻസിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ മൈലാഞ്ചി വീച്ച് കൊടുക്കുമ്പം ആ ഒരു സംഭവം വരും, ആ ഒരു ഡിസൈൻ. ഇതൊക്കെ കാണുമ്പോൾ എന്തോ അറിയാൻ വയ്യ, ചുമ്മാ ഇങ്ങനെ വാരിക്കൂട്ടിയൊക്കെ നോക്കും. പിന്നെ ബില്ലടിക്കാൻ കയറിയപ്പോൾ അവിടെയും കളിപ്പാട്ടം. പക്ഷെ കട്ടിയുള്ള നല്ല കളിപ്പാട്ടം കേട്ടോ. പക്ഷെ വാങ്ങിച്ചു കൊടുത്തില്ല, ഞാനല്ല സീന വാങ്ങിച്ചു കൊടുത്തില്ല. അവൾ പറഞ്ഞു വേണ്ട, മേടിക്കണ്ട, തല്ലി പൊട്ടിക്കാനല്ലേ വെറുതെ. പക്ഷെ കരച്ചിൽ കൂട്ടിയപ്പോൾ നേരെ ഞങ്ങൾ സിംലായിപ്പോയി കളിപ്പാട്ടം നോക്കിയപ്പോൾ ഒരേപോലത്തെ 3 കിട്ടിയില്ല. ഒരേപോലത്തെ 3 വാങ്ങിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിലോ വീട്ടിലടിനാശം വെള്ളപ്പൊക്കമാണ്. അതുകൊണ്ട് നൈസിന് ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞ് അവനെ പറ്റിച്ച് ഇങ്ങ് പോയിരുന്നു. ആ ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് വന്നപ്പോൾ നല്ല നല്ല കൊട്ടകൾ കേട്ടോ, നമ്മൾ വെജിറ്റബിളും ഫ്രൂട്ട്സും മുട്ടയൊക്കെ ഇടാൻ പറ്റിയ അഫോർഡബിൾ റേറ്റ് 88 രൂപ 100 രൂപയൊക്കെ ഉള്ളു. സംഭവം കൊള്ളാം. ഈ ഒരു റേറ്റ് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ലഞ്ച് ബോക്സിന് 500 രൂപയാണ്. പക്ഷെ ഭയങ്കര ഹെവി ആട്ടോ. ബാഗിലൊക്കെ പിള്ളേർക്ക് വെച്ചുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് വാങ്ങിച്ചില്ല, തിരിച്ചങ്ങ് വെച്ചു. പിന്നെ നോക്കുമല്ലോ, നമ്മൾ എന്ത് കിട്ടിയാലും നോക്കുമല്ലോ. പിന്നെ ഇവിടുന്ന് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ തുണി മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ അടിച്ച് ഇറങ്ങി. പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്നാക്സ് മേടിക്കണം, അത് മസ്റ്റാണ്. അങ്ങനെ സ്നാക്സ് മേടിച്ച് നേരെ വീട്ടിലോട്ട് പോയി